ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ പെപ്പർ ടു K23. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് മോരുകറി ഉണ്ടാക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെല്ലൈക്കണിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നമ്മളിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എന്നിട്ട് 1/2 സ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉലുവ വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത്, അത് ലാസ്റ്റാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 2 ചുവന്ന ഉള്ളി, ഒരു 3-4 വെളുത്തുള്ളി, ഒരു ശകലം ചെറിയ ഇഞ്ചിയും ഒരു പച്ചമുളകുമാണ് ചേർക്കുന്നത്. ഓൾറെഡി ഞാനിവിടെ മോര് കലക്കി വെച്ചിട്ടുണ്ട്. മോര് എങ്ങനെ കലക്കാമെന്നുള്ള വീഡിയോ ഞാൻ തക്കാളി മോര് കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതിനകത്തുണ്ട്. അപ്പം ഈ ഒരു തിക്നെസ്സിനാണ് ഞാൻ മോര് കലക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് മുരിഞ്ഞു വരണം, നല്ല രീതിയിലൊന്ന് മൂത്ത് വരണം കേട്ടല്ലോ. അപ്പം ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് മോരുകറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അധികം ഞാൻ മോരുകറി ഉണ്ടാക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് എത്ര മോര് വേണോ അതിനനുസരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയുടെ അളവ് കൂട്ടാം. അപ്പം ഞാൻ ആവശ്യത്തിന് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ഞാനിവിടെ പച്ചമുളകാണ് ചേർക്കുന്നത്, വറ്റൽമുളക് പൊടിയോ വറ്റൽമുളകോ ചേർക്കുന്നില്ല. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് മൂത്തതിന് ശേഷം മാത്രമേ മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് ഞാനിവിടെ കലക്കി വെച്ചിരിക്കുന്ന മോരൊഴിക്കുന്നുണ്ട്. മോരൊഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മോരിനകത്ത് ഞാൻ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പം ഇതിലൊന്നും ഉപ്പ് ചേർക്കാത്തത്. മോര് കലക്കിയപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ മോരിൽ ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് ചേർക്കണം. എന്നിട്ട് ഇത് ഒരുപാട് മോര് തിളപ്പിക്കാൻ പാടില്ല, തിളപ്പിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. പിന്നെ ഞാൻ അധികം കട്ടിക്ക് മോര് കറി എടുക്കുന്നില്ല, ഇത്തിരി ലൂസായിട്ടാണ് മോര് കറി എടുക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു തിക്നെസ്സിനാണ് ഞാൻ മോര് കറി എടുക്കുന്നത്. ഇത് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാനിവിടെ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പം നമ്മുടെ കിടിലെ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്